രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. പനിയാണ് മക്കളെ, പനിയാണ്. ഒരു ഉളുപ്പുമില്ലാതെ തറവാട്ടിൽ പോകുന്നത് കണക്ക് മാസത്തിൽ 2 വട്ടം എന്നെ തേടിയെത്തും. പനിക്ക് തനിച്ച് വരാൻ വയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു കുടുംബക്കാരെ എല്ലാം കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ദേഹം വേദനയും തലവേദനയും ജലദോഷവും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്റെ വീടാണോ അത് വേസ്റ്റ് കൊണ്ടിരുന്ന ഫാക്ടറി ആണോ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. അടുക്കള തൊട്ട് മുറി വരെ നല്ലതുപോലെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അല്ല കേട്ടോ, ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മുഖമുണ്ട് മക്കളെ, ഒരു മുഖമുണ്ട്. ദേ വരുന്നു, ഇതാണ് ഈ കാന്താരി. ഈ വീട് കീഴ്മയും മറിച്ചത് ഇവളാണ് കേട്ടോ. പനിയായിട്ട് എനിക്ക് നല്ല മുട്ടം പണിയാണ് തന്നിട്ടുള്ളത്. വൃത്തിയാക്കിയപ്പോൾ എന്റെ പാർട്സ് എല്ലാം ഓരോന്ന് ഇളവി വീണ പോലെ തോന്നി. ഈ വരവ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് പാവമാണെന്ന്. പക്ഷെ ഇവക്കൊരു ലക്ഷ്യമുണ്ട്. ശുഭം. ഇത് കണ്ടിട്ട് കഴിഞ്ഞ ജന്മത്തിൽ അവള് മുതലാണെങ്കിൽ ഞാൻ അവിടുത്തെ വേലക്കാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നതുപോലെയാണ് അവളുടെ ഇരിപ്പ്. ഒരു കൂസലും അവക്കില്ല. എന്നെ കൊണ്ട് പണി എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവൾ ഇരിക്കുന്നത്. എന്തായാലും ഇത് കഴിയുമ്പോൾ ഞാൻ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കും ഉറപ്പ് കേട്ടോ. അപ്പോഴേക്കും എന്താ വെള്ളവും കൊണ്ട് കോരി വീത്തിയിട്ടുണ്ടായിരുന്നു. അത് ചിറക്കി മണ്ടയടിച്ച് വീഴാത്തത് എന്റെ ഭാഗ്യത്തിന് എല്ലാം വൃത്തിയാക്കി കേട്ടോ. ഇനി അടുത്ത് വീണ്ടും എന്നെ വിളിക്കുകയാണ് ഇവള്. എന്തോ മുട്ടം പണി എനിക്ക് തരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.